ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് ബ്രെഡ് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാം ജാം കേട്ടോ. ആ ഗുലാം ജാമിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല സോഫ്റ്റ് കേട്ടോ. ബ്രെഡും ഷുഗറും ഒക്കെ മതി കേട്ടോ, അധികം സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് ചെറുനാരങ്ങയുടെ നീരും. എന്നാൽ നമുക്കിത് എങ്ങനെയൊന്നും ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് എടുക്കാം. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ നമുക്കതിനെ ബ്രെഡ് എടുക്കാം കേട്ടോ. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് സൈഡ് കളയുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ബ്രെഡൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ബ്രെഡിൻ്റെ ഞാനിപ്പോൾ ഇത് ഒരു 5 ബ്രെഡ് കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അധികം ആൾക്കാർ വീട്ടിലില്ലാത്തതുകൊണ്ടേ അധികം ഉണ്ടാക്കിയിട്ടില്ല. 6 ബ്രെഡ് എടുത്തു കേട്ടോ. കുറച്ച് ബ്രെഡിൻ്റെ പൊടിയൊക്കെ വേണം, അപ്പോഴേ ഇത് അധികം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ 6 ബ്രെഡ് കൊണ്ട് ഒരു 7 ഗുലാം ജാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾ ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ ബ്രെഡൊക്കെ. വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഗുലാം ജാം എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് സാധനങ്ങൾ വീട്ടിൽ മതി. ചെറുനാരങ്ങ, ഏലക്കായ്, പഞ്ചസാര, അത്ര മതി കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് ചെറുതായാണ്ടേ ഒന്ന് നുറുക്കിയെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾ പൊടിച്ചോളൂ. ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്തു കേട്ടോ. പാലും വേണം അതിക്ക് കുറച്ച്. അങ്ങനെ ഈ ബ്രെഡൊക്കെ ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം നമുക്ക് കേട്ടോ. സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ടേ ഇതിൻ്റെ സൈഡൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചോളിട്ടോ. നിങ്ങൾക്ക് ബ്രെഡ് പൊടിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി, നല്ലൊരു അടപ്പിൻ്റെ പാത്രത്തിൽ. 1-2 ദിവസത്തിലൊന്നും കേടുവരില്ല കേട്ടോ. അത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത് നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ടേ ഒക്കെ ഒന്ന് ചെറുതായി നുറുക്കിയെടുക്കാം. ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഗുലാം ജാം ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഞാൻ ആ ബ്രെഡൊക്കെ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾ മിക്സിയിൽ വേണമെങ്കിൽ ഒന്നും കറക്കണമെങ്കിൽ കറക്കി എടുത്തോളൂ. ഞാൻ അപ്പോൾ ഇത് കൈ കൊണ്ട് പൊടിച്ചാൽ തന്നെ ഇത് ചെറിയ ചൂടിലൊരു പാലുണ്ട് കേട്ടോ കുഴച്ചെടുക്കണേ. അപ്പോൾ അതൊന്ന് നല്ലൊരു സോഫ്റ്റ് ആവും. അങ്ങനെ ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്നും വേണ്ടി വരില്ല. കുറച്ചിങ്ങനെ ചെറിയ ചൂടാക്കിക്കൊണ്ടോ പാല്. ഫ്രിഡ്ജിലുണ്ടതിനെ പാലാണ്. അപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയപ്പോഴേ ഈ ബ്രെഡിൻ്റെ പൊടിയിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് നല്ലൊരു സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ നന്നായി കുഴച്ചെടുക്കട്ടോ. എളുപ്പമുണ്ട് കുഴക്കാൻ കേട്ടോ. ബ്രെഡല്ലേ, നനവ് തട്ടുമ്പോൾ വേഗം കുഴഞ്ഞ് ശരിയാവുമല്ലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കും ഇത്. പാൽപ്പൊടി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെ കാരണം. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയപ്പോഴേ ബ്രെഡൊക്കെ വീട്ടിലുണ്ടായപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചിട്ടേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് വരും കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തോളൂ. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടാം കേട്ടോ. ഇതൊക്കെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് കുഴച്ചെടുക്കാൻ അത്ര പണിയൊന്നുമില്ല. ബ്രെഡല്ലേ, ചെറിയ ചൂടിലെ പാലൊഴിച്ചുമ്പോഴേ ഇതുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആട്ടോ ഇത്. ഈ ഗുലാം ജാം തിന്നാൻ കഴിക്കാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണതിലേറെ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വീട്ടിലുണ്ടാക്കിയത്. അങ്ങനെ നമുക്ക് ഇതേക്ക് ഞാനിതേറ്റൊരു 7 ഉരുള ഉണ്ടാക്കിയിട്ടുണ്ടോ. വലിയ വലുതൊന്നും ആക്കിയിട്ടില്ല, പാകത്തെ വലിപ്പം. ചെറുനാരങ്ങൻ്റെ അത്ര വലിപ്പമുള്ളൂ. ഇനി വലിപ്പം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് അധികം ഉണ്ടാക്കണമെങ്കിൽ അല്പം വലിപ്പമാണെങ്കിൽ കൂട്ടിക്കോളി. ഇപ്പോൾ ഓയിലൊക്കെ കുറച്ച് മതിയാവും. ഇങ്ങനെ വലിയ വലിപ്പം കൂട്ടിയാൽ ഓയിൽ കുറേ വേണ്ടി വരും. ഓയിലൊക്കെ പാടെ ഓയിലൊന്നും തീരെ കുടിക്കൂല കേട്ടോ. അത് ഓയിൽ തീരെ കുടിക്കൂല. ഇനിയിപ്പോൾ അധികം പണിയൊന്നുമില്ല. അത് നല്ലോണം കുഴച്ച് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഓയിൽ തീമച്ച് പഞ്ചസാരപ്പാനി ഉണ്ടാക്കണം നമുക്ക്. ഇതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അത് നമുക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം. അങ്ങനെ അത് ഉരുട്ടിയെടുത്തിട്ട് ഞാൻ ഇനി പഞ്ചസാരപ്പാനി ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ. അതിക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഇതുകൊണ്ട് ഒരു 7 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ല, കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. നമുക്കില്ലേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ. അതിക്കില്ലേ അതിനായിട്ട് നമുക്ക് ഒരു പാകത്തിന് ഷുഗറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്.
അതിൽ തുള്ളി വെള്ളം ഒഴിച്ചിട്ടേ നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇളക്കിയാണ്ട് ഒന്ന് തിളക്കോളം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. തിളക്കോളമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളോടും ചേർത്ത് കൊടുക്കാം. ഗുലാം ജാമൊക്കെ ഉണ്ടെങ്കിലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുമ്പോൾ എന്തൊക്കെയാണ് ഇട്ടുകൊണ്ടെന്ന് അറിയില്ലല്ലോ. നമ്മളുണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ചാണ്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ ഈ നോമ്പിനൊക്കെ ഈ ഗുലാം ജാമൊക്കെ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മളെ ഷുഗർ സിറപ്പൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിക്ക് വേണ്ട സാധനങ്ങൾ വേറെ ചേർക്കാം. ഇതൊക്കെ ഒന്ന് വറ്റി വരട്ടോ. തിളച്ചുകൊണ്ട് ഒക്കെ നല്ലോണം തിളച്ച് വറ്റി വരുമ്പോഴേ നമുക്ക് ബാക്കിയുള്ള കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ നീരും ഒരു മുറി ചെറുനാരങ്ങി 2-3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ഏലക്കായ ഇട്ട് കൊടുത്തു. ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിക്കട്ടോ. അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് റെഡിയായി. പിന്നെ നമുക്കൊന്ന് അതിൽ എണ്ണയിലൊന്ന് വറുത്ത് കോരിയാണ് തീ കണ്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏറ്റവും ടേസ്റ്റിലെ ഗുലാം ജാമുൻ ഇവിടെ റെഡിയാവും. അങ്ങനെ ഞങ്ങൾ ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എളുപ്പത്തിലുണ്ടാക്കണം. 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ആ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാവും. പിന്നെ ആ ബ്രെഡൊന്ന് കുഴച്ച് വെക്കുമ്പോൾ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പരന്ന പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ വെക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ഒന്നിച്ച് പൊരിച്ചെടുക്കാമല്ലോ. അത് അതിനാണ് ഇപ്പോൾ ഞാൻ വലിയത് വെച്ചത്. കുണ്ടിലെ ചട്ടി വെക്കുമ്പോൾ അതിൽ 1-2 പൊരിക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇട്ടുകൊണ്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതൊക്കെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോഴേ നമുക്ക് ആ ഗുലാം ജാമുൻ ഉണ്ടാക്കിയ ഉരുളകൾ ഓരോന്നോരോന്ന് മരിച്ച് ഇളം ബ്രൗൺ കളറാകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കാണി നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ആദ്യമൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ നല്ലോണം ചൂടായിട്ടേ നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചോളി. അങ്ങനെ നമ്മൾ ഉരുളകളൊക്കെ ഇടുമ്പോൾ ബ്രെഡിൻ്റെ ഉരുളയൊക്കെ നമ്മൾ ഗുലാം ജാമിൻ്റെ ഉരുളയൊക്കെ ഇടുമ്പോഴേ ഇട്ട് കഴിഞ്ഞൊക്കെ ഫ്ലെയിമിൽ ചെറുതായിക്കോട്ടെ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് പതുക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകാൻ. നമുക്ക് എല്ലാതും അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാട്ടിട്ട് ഇനി കുറച്ചൊന്ന് ചെറുതാക്കുക. പറ്റ ലോ ഫ്ലെയിം ആക്കണ്ട, ഒരു പകുതി ലോ ഫ്ലെയിമല്ല, മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാണ്ട് നല്ലോണം ഇളം ബ്രൗൺ കളറാവോളം വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ഗുലാം ജാമുൻ അങ്ങനെ വെന്ത് വരട്ടെ. ഒക്കെ വേഗം വേവും കേട്ടോ. ബ്രെഡല്ലേ പെട്ടെന്ന് വേവുണ്ടാവുമല്ലോ. ഒട്ടും എണ്ണ കുടിക്കണമൊന്നുമില്ല കേട്ടോ. എണ്ണ തീരെ കുടിക്കുന്നില്ല. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഇളം കരിഞ്ഞു പോകാതെ എടുക്കണം കേട്ടോ. അധികം ഫ്ലെയിം കൂട്ടിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ കരിഞ്ഞു പോകാതെ ഇളക്കി എടുക്കണം കേട്ടില്ലേ. നിങ്ങൾ നോമ്പിന് ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. ഗുലാം ജാമുൻ ഉണ്ടാക്കണം തോന്നിക്കൂടെ, പെട്ടെന്ന് ഉണ്ടാക്കട്ടോ. ഷുഗർ സിറപ്പിലിട്ട നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെക്കട്ടോ. ഒരാഴ്ച വരെയൊക്കെ വെച്ചാലും കേടില്ല. നല്ല അടപ്പിൻ്റെ പാത്രത്തിൽ വെച്ചാൽ മതി. അങ്ങനെ അതൊക്കെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇളം ബ്രൗൺ കളറായിട്ട് നമുക്ക് കോരി വാങ്ങട്ടോ. എല്ലാതും ഒന്ന് ഇളക്കി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി. എല്ലാതും വെന്ത് വരട്ടെ. ഇപ്പോൾ ചെറിയ ഫ്ലെയിം ആക്കിയോണ്ട് കേട്ടോ. ഇതിങ്ങനെ പതുക്കാണ്. നല്ലോണം ഫ്ലെയിം ആക്കിയാൽ കരിഞ്ഞാണ് പോകും. കുറച്ച് ക്ഷമമാണ് അത് പൊരിച്ചെടുക്കാൻ. പതുക്കെ എടുക്കാൻ പറ്റും. ഒന്നിച്ചാണ് നമ്മൾ ഫ്ലെയിമാണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്കെ കരിഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. കയ്പ്പകരം അങ്ങനെയൊക്കെ ഇളം ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടിയപ്പോൾ തന്നെ കരിയാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് അങ്ങനെ എല്ലാതും പൊരിച്ചെടുത്തിട്ടേ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് കോരിയെടുക്കട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം വാർന്നു പോകും. അല്ലെങ്കിൽ ഒരു എണ്ണ തീരെ കുടിച്ചിട്ടില്ല കേട്ടോ അല്ലേ. നമുക്ക് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടോടുക്കനാണ് ഇട്ട് കൊടുക്കുക. നമ്മളാണെങ്കിൽ ഒക്കെ അതിലും പിടിക്കും. അതിൻ്റെ ഇതൊക്കെ നല്ലൊരു ടേസ്റ്റാട്ടോ. ഇതൊന്ന് തണുത്തിട്ടൊക്കെ കഴിച്ചാലേ
അടിപൊളി. തണുക്കാതെ കഴിച്ചാലും രസമാണ്, തണുത്തിട്ട് കഴിച്ചാൽ അതിലേറെ ടേസ്റ്റാണ്. ആ ഷുഗർ സിറപ്പും അതും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചാൽ ആ ചെറുനാരങ്ങേൻ്റെയും ആ ഏലക്കായൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വന്നിട്ടേ ഈ പൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് അറിയിക്കൊണ്ടു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.